എല്ലാവർക്കും നമസ്കാരം. ഇത് ചെറിയൊരു ഓടിട്ട വീടിൻ്റെ മുൻഭാഗത്ത് മുറ്റം വൃത്തിയാക്കലും 3 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റും റഫാക്കിയിട്ട് ചെയ്യുന്ന വർക്കാണ്. മുറ്റം ഒരു വൃത്തിക്കും വേണ്ടി ചളിപിളിയായി കിടന്ന മുറ്റാണ്. അത് ഞങ്ങൾ നിലം വൃത്തിയാക്കി കോൺക്രീറ്റ് 3-3.5 ചാക്കിൻ്റെ സിമൻറ്റ് വന്നു. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ പണിയിലേക്ക് നടക്കുകയാണ്. 3 ആളാണുള്ളത്. ഒന്ന് വീട്ടുകാരൻ തന്നെയാണ്. ആദ്യം വീടിൻ്റെ ഉള്ളൊന്ന് കാണാം. ചെറിയ 3 സെൻറ്റുള്ള വീടാണ്. പക്ഷെ ഉള്ളത് വൃത്തിയിലാക്കിയിട്ടുണ്ട്. ടൈൽസൊക്കെ ഒട്ടിച്ച് ചെറിയൊരു ലിവിങ് റൂം കൊടുത്തു. മേലെ സീലിംഗ് അടിച്ചു. ഓടിട്ട വീടാണ്, ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ചെറിയ TV ഒക്കെ സെറ്റ് ചെയ്തൊരു ലിവിങ് റൂം. 2 ബെഡ്റൂമാണ് ഇതിനുള്ളത്. പിന്നെ ഒരു നീളത്തിലൊരു ഹാളും ഉണ്ട്. ഹാളും സീലിംഗ് മൊത്തം അടിച്ചിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ്. അതായത് മഴവെള്ളം അങ്ങനെയെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിലും മൾട്ടിവുഡ് ആകുമ്പോൾ കുഴപ്പം വരാനില്ലല്ലോ. ഇത് ബെഡ്റൂം. ബെഡ്റൂമിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട്. ഉള്ളത് വൃത്തി ചെയ്തു. പെയിൻറ്റിങ് കഴിഞ്ഞ വീടാണ്. ആദ്യം ടൈൽസൊന്നും അല്ലായിരുന്നു താഴത്ത്. പിന്നെ ടൈൽസൊക്കെ ഒട്ടിച്ചു, സീലിംഗ് വർക്ക് ചെയ്തു. ചെറിയ എമൗണ്ടേ വന്നിട്ടുള്ളൂ ഇതിനൊക്കെ. വീട് പൊളിച്ചുണ്ടാക്കാൻ ഇതിന് ഡബിൾ റേറ്റ് അല്ലേ വരാം. കുറഞ്ഞ രീതിയിൽ ഭംഗിയാക്കി ചെറിയൊരു ബാത്റൂം കൊടുത്തു ആ റൂമിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ടാണ് വെളിച്ചമില്ലാത്തത്. ഒരു യൂറോപ്യൻ ക്ലോസറ്റും വാഷ് ബേസിനും ചുറ്റുഭാഗത്ത് ടൈൽസ് ഒട്ടിച്ചപ്പോൾ ബാത്റൂം റൂമായിട്ടുണ്ട്. അപ്പോൾ ചെയ്യുകയാണെങ്കിലും മേലെ സീലിംഗ് ആദ്യം ക്ലിയർ ആക്കണം, എന്നാലുള്ള ലീക്ക് വന്നാൽ പണി പാടും. ഓടൊക്കെ വൃത്തിയാക്കി മാറ്റി അതിന് ശേഷമാണ് ഇത് നോക്കിയത്. മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ട് അത് റഫാക്കിയിടാനുള്ള ഇതിലാണ്, പണിയിലാണ്. 3 ആളാണുള്ളത്. 3.5 ചാക്ക് സിമൻറ്റും, ഇപ്പോൾ ഏകദേശം 2-2.5 ചാക്ക് കഴിഞ്ഞു. 3.5 ചാക്ക് സിമൻറ്റും 40 ബൂട്ട് മെറ്റലുമാണ് ഇതിന് വന്നിട്ടുള്ളത്.